ചൈന പാലസ് റെസ്റ്റോറന്റ് സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒമാനിൽ സലാലയിലെ ചൈന പാലസ് റെസ്റ്റോറന്റിന്റെ മുന്നിലാണ്. ഈ റെസ്റ്റോറന്റിന്റെ വിജയത്തിന്റെ കഥയും അതിന് പിന്നിലെ ആളുകളെയും ഈ രുചിക്കൂട്ടുകളുടെ രഹസ്യങ്ങളെയും നമുക്ക് അടുത്തറിയാം. റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്നോടൊപ്പം ഉള്ളത് ചൈന പാലസിൻ്റെ വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മിസ്റ്റർ സ്മിജിത്ത് ആണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചൈന പാലസ് സലാലയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന് പിന്നിലെ ഒരു ജേർണി തുടക്കം എങ്ങനെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 ഇപ്പോൾ 12 years ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പാനേഷ്യൻ കുസൈൻ ആയിരുന്നു, ഫോക്കസ്ഡ് ഇൻ ചൈനീസ്. ഇപ്പോൾ അതുപോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണേ. ഭാവിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്ലാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതെന്താണ്? ഇൻസ്പിറേഷൻ നമ്മൾ സലാൽ മാർക്കറ്റ് അതൊക്കെ സ്റ്റഡി ചെയ്ത് പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ചൈനീസ് ഫുഡ് നമുക്ക് മനസ്സിൽ എവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ വെക്കുന്നത്. റെസ്റ്റോറൻറ്റ് എന്നതിൽ പുറമെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കിവിടെ 60 പാക്സിൻ്റെ പാർട്ടി ഹാൾ ഉണ്ട്. അവിടെ നമുക്ക് ബോർഡ് മീറ്റിംഗ്സ്, പിന്നെ ബർത്ത്ഡേ പാർട്ടീസ്, സൗണ്ട് സിസ്റ്റം, പ്രൊജക്ട് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട്ഡോർ കാറ്ററിംഗ്, പാർട്ടി ഇവൻറ്റ്സ് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൈന പാലസിന്റെ സിഗ്നേച്ചർ ഡിഷ് അതെന്താണ്? സിഗ്നേച്ചർ ഡിഷ് നമ്മുടെ നൂഡിൽസ് പ്രോസസ്സ് മേക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ്. ലോക്കൽ പർച്ചേസ് നൂഡിൽസ് അതൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ നൂഡിൽസ് മെനു എല്ലാം സിഗ്നേച്ചർ ആണ്. അതും കൂടാണ്ട് നമ്മുടെ അടുത്ത് ബീഫിൻ്റെ ടെരിയാക്കീസ്, പിന്നെ തായ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് കൊറിയൻസ് ഐറ്റംസ് എല്ലാം നമ്മുടെ സിഗ്നേച്ചർ ആണ്. നമ്മുടെ മെനു ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% മെനു സിഗ്നേച്ചർ തന്നെയാണ്. പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഇതിൽ താങ്കളുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്താണ്? എൻ്റെ ഫേവറേറ്റ് ഡിഷ് ബീഫ് ടെരിയാക്കി. റെസ്റ്റോറൻറ്റിന്റെ പീക്ക് ടൈം നമുക്കിവിടെ ബിസിനസ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈവനിങ് ആണ്. ഒരു 8 to 11 o'clock വരെയാണ് പീക്ക് അവേഴ്സ്. പിന്നെ നമ്മൾ വർക്കിംഗ് ടൈം 11 to 12:30 AM. രുചി ഇഷ്ടപ്പെട്ട് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്? നമുക്കിവിടെ കസ്റ്റമേഴ്സ് കൂടുതലുള്ളത് നോർത്ത് ഇന്ത്യൻസ് കസ്റ്റമേഴ്സ് ഉണ്ട്, മലയാളീസ് ഉണ്ട്, പിന്നെ ഒമാനീസ്, പിന്നെ കൊറിയൻസ്. അത്യാവശ്യം സ്ഥലങ്ങളിലെ എല്ലാ കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് ഒരു ഡൈവേഴ്സ് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ഗ്രേറ്റ്. എന്തൊക്കെ ന്യൂ ഡിഷസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ് റെസ്റ്റോറന്റിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ നമ്മുടെ ഒരു 150 പാക്സിൻ്റെ പാർട്ടി ഹാള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല സൗണ്ട് സിസ്റ്റം, പിന്നെ നല്ല ലൈറ്റിങ്സും, പിന്നെ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 1 month അതെല്ലാം സെറ്റാവും. പിന്നെ നമ്മൾ ഇവിടെയുള്ള കറൻ്റിലുള്ള നമ്മുടെ ചൈനീസ് കുസിൻ അല്ലാണ്ട് ഒന്നും കൂടി പാനേഷ്യൻ കുസിനേക്ക് മാറ്റുകയാണ്. അതിൽ ജപ്പാനീസ്, തായ്, കൊറിയൻ, പിന്നെ ഇന്തോനേഷ്യൻ ഫ്ലേവേഴ്സ് എല്ലാം ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന പാലസിന്റെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ.
അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ദേവിക സൈനിങ് ഓഫ്.